ഗുഡ് മോർണിംഗ് ഗൈസ്. വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരു ദിവസത്തെ വാട്ട 8 ഡേ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും നടക്കുമെങ്കിൽ അതും ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു ചക്കപ്പുട്ടുണ്ടാക്കി അടുപ്പേ വെച്ചിട്ട് എൻ്റെ ലാബിലെ കോട്ട് ഞാൻ അലക്കാൻ വേണ്ടി പോവാണ്. അടുത്ത മഴയ്ക്ക് മുമ്പ് അലക്കിയിട്ട് ഉണക്കാൻ വേണ്ടിയാണ് രാവിലെ തന്നെ ധൃതി വെച്ച് ഞാൻ അലക്കുന്നത് കേട്ടോ. എന്നും വാഷിംഗ് മെഷീനെ അലക്കി വീക്കെൻഡിൽ കല്ലിൽ ഉരച്ചലക്കാൻ വേണ്ടിയാണ് ഞാൻ വീട്ടിൽ വരുന്നത് കേട്ടോ. ഇത് കോട്ട് അലക്കിയിട്ട് ചിക്കു സാറിനെ കോട്ട് നോക്കിയോളാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ പതിയെ ചക്കപ്പുട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. ചക്കപ്പുട്ട് അടിപൊളി കേട്ടോ. അല്ലെങ്കിൽ ഈ സമയത്ത് ചക്ക ആയതുകൊണ്ട് എല്ലാ വീടുകളിലും ചക്കപ്പുട്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരിക്കുമല്ലോ. അതിനുശേഷം ഞാൻ ചെറുതായിട്ട് റോഡിൽ കൂടി ഒന്ന് വണ്ടി ഓടിച്ചിറങ്ങിയിട്ട് എൻ്റെ വീട്ടിലേക്ക് എത്തി കേട്ടോ. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ നമ്മുടെ ഒരു ചിക്കുപ്പട്ടിയല്ല, ഇത് വേറൊരു പട്ടിയാണ് കേട്ടോ. ഇവൻ്റെ പേരാണ് ജാക്കി. അപ്പോൾ ജാക്കിപ്പട്ടിയാണെങ്കിൽ എന്നെ കണ്ടതേ തുള്ളിച്ചാടുന്നുണ്ടേ. ഭയങ്കര മിരുമിരിപ്പായതുകൊണ്ട് തന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിയെ കൂട്ടിക്കയറ്റി കേട്ടോ. പെടിയിൽ കാണിച്ച് പറ്റിച്ച് കൂട്ടിക്കയറ്റി അടച്ചിട്ടു. അത് കഴിഞ്ഞ് ചെന്നപ്പോൾ മമ്മിയാണ് ചക്ക വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചക്ക വറുത്ത് ഞാൻ കഴിക്കുന്നുണ്ട്. പൂച്ച സാറന്മാർ ക്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുങ്ങൾക്കും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചക്ക വറുത്തതും തേങ്ങാപ്പൂളും കൂടെ കഴിക്കുമ്പോൾ ഒടുക്കത്തെ ടേസ്റ്റാണെന്ന് മമ്മി പറയുന്നതനുസരിച്ച് ഞാൻ അതുകൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കി കേട്ടോ. ചാമ്പങ്ങയൊക്കെ നിറച്ച് പഴുത്ത് കിടപ്പുണ്ടെങ്കിലും മഴ ആയതുകൊണ്ട് തന്നെ നിറച്ച് പുഴുവും പുളിയാണ് കേട്ടോ. അതുകൊണ്ട് ആ ശ്രമം ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് ചാമ്പങ്ങ കളഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ മാങ്ങ കയ്യെത്തുന്ന കാലത്തിൽ കിടക്കുകയാണ് കേട്ടോ. എൻ്റെയാണ് ചെറുപ്പം മുതലുള്ള ഒരാഗ്രഹമാണ് മാങ്ങ ഒക്കെ കയ്യെത്തി പറിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നുള്ളത്. അങ്ങനെ കുറച്ച് മാങ്ങ പഴുത്തു നോക്കി, ഒന്നും പഴുത്തിട്ടില്ല. അതുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇത് മുള്ളാത്താന്ന് പറഞ്ഞൊരു പഴമാണ് കേട്ടോ. ഇത് പഴുത്തിട്ടില്ല, ഉണ്ടായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ചെരുപ്പില്ലാതെ മണ്ണിൽ കൂടെ നടന്നേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്ന് പോയപ്പോഴാണ് നമ്മുടെ ഏലം കാണുന്നത്. ഏലത്തിലൊന്നും കായില്ല കേട്ടോ. ഇടുക്കിയിലാണെങ്കിൽ മഴ കുറവായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏലക്ക ഉണ്ടാകാൻ വേണ്ടി ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ എല്ലാവരും, മഴ കുറവായതുകൊണ്ട്. ദേ താമരയൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. താമരയാണോ ആമ്പലാണോ എന്ന് എനിക്ക് കറക്റ്റ് തന്നെ അറിയത്തില്ല. എന്തായാലും സംഭവം പൂത്ത് നിൽപ്പുണ്ട്. പൂച്ച സാറിനെ കാണുമ്പോൾ എല്ലാം ഞാൻ ആലോചിക്കാറുണ്ട്. വല്ല പൂച്ചയായിട്ട് ജനിച്ചായിരുന്നു എന്തൊരു സുഖമായിരുന്നു, കഴിക്കുക ഉറങ്ങുക. അല്ല പട്ടിസാറായാലും കുഴപ്പമില്ല കേട്ടോ. ഇത് കണ്ട, ഇതിങ്ങനെയൊക്കെ കാണിച്ച് കൂട്ടി നിന്നാൽ മതിയായിരുന്നല്ലോ എന്ന് ആലോചിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് നേരം മുറ്റത്തൂടെയൊക്കെ കറങ്ങി നടന്ന് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും ചോറും കറിയൊക്കെ റെഡി ആയിട്ടോ. എല്ലാ ദിവസവും ഞാൻ തന്നെ വെച്ച് തിന്നുമായതുകൊണ്ട് ഒരു ദിവസം മമ്മി വെച്ച് കഴിക്കാമെന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ചോറും കറിയും കഴിച്ചിട്ടിരുന്നപ്പോൾ പപ്പ 2 ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും ഓരോന്ന് വെച്ച് കഴിച്ചിട്ട് വീണ്ടും പട്ടിസാറിന് ഉള്ള പെഡിഗിരിയും പൂച്ചസാറിനും ഉള്ളതും തീറ്റയൊക്കെ കൊടുത്തതിന് ശേഷം ഉച്ചമയക്കത്തിലേക്ക് ഞാൻ കിടക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്, ബൈ.